ഇതൊരു പഴയ മോഡൽ, ഒരു കുറ്റി ടൈപ്പ് എയർ ഫിൽറ്ററാണ്. ഇപ്പോഴത്തെ മോഡലിൽ വരുന്ന ഇവിടെ ഒരു ഫിറ്റ് ആക്കിയിട്ടുള്ള എയർ ഫിൽറ്റർ വരുന്നത്. അപ്പോൾ ഈ കാണുന്നതിൻ്റെ എയർ ഫിൽറ്റർ, ഈ കാണുന്നതിൻ്റെ കാർബറേറ്റർ, ഈ കാണുന്നതിൻ്റെ ഹെഡ്. ഹലോ ഫ്രണ്ട്സ്, ഓട്ടോറിക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ വെച്ചാൽ ഒരു വാഹനത്തെ പറ്റിയ റിവ്യൂ ഒന്നല്ല. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ കൊണ്ടുവച്ച ഒരു 2stroke ബജാജ് ആണ്, പെട്രോൾ. അപ്പോൾ ആ വാഹനത്തിന് ഇപ്പോൾ 2-3 ദിവസമായി ഭയങ്കര മിസ്സിങ്, മൈലേജ് ഷോട്ട്. അപ്പോൾ നമ്മൾ ഇതോടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആ വാഹനത്തിന്റെ കാർബറേറ്റർ പ്ലഗ് ലൈറ്റ് ഒന്ന് വൃത്തിയാക്കലാണ്, ഒന്ന് ക്ലീൻ ചെയ്യലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വാഹനത്തിൽ 2-3 ദിവസമായി ഭയങ്കര മിസ്സിങ്ങും മൈലേജ് ഷോട്ടെല്ലാം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിന്റെ കാർബറേറ്ററും എയർ ഫിൽറ്ററും ഒക്കെ ഒന്ന് അയച്ച് വൃത്തിയാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിന്റെ ഹെഡും കൂടെ ഒന്ന് അയച്ച് വൃത്തിയാക്കാന്ന് ചോദിച്ചാൽ, അപ്പോൾ ഹെഡിന്റെ പാക്കേജ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല. നമ്മളിപ്പോൾ ഇതിന്റെ കാർബറേറ്ററും എയർ ഫിൽറ്ററും മാത്രമേ ഇപ്പോൾ അയച്ച് വൃത്തിയാക്കുന്നുള്ളൂ. അപ്പോൾ ഈ കാണുന്ന വാഹനത്തിന്റെ എയർ ഫിൽറ്റർ, ഇതൊരു പഴയ മോഡൽ, ഒരു കുറ്റി ടൈപ്പ് എയർ ഫിൽറ്ററാണ്. ഇപ്പോഴത്തെ മോഡലിൽ വരുന്ന ഇവിടെ ഒരു ഫിറ്റ് ആക്കിയിട്ടുള്ള എയർ ഫിൽറ്റർ വരുന്നത്. അപ്പോൾ ഈ കാണുന്നതിന്റെ എയർ ഫിൽറ്റർ, ഈ കാണുന്നതിന്റെ കാർബറേറ്റർ, ഈ കാണുന്നതിന്റെ ഹെഡ്. അപ്പോൾ ഈ വാഹനത്തിന്റെ കാർബറേറ്റർ അയക്കാൻ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആദ്യം തന്നെ ആക്സിലറേഷൻ വരുന്ന ആ കണക്ഷൻ നമ്മൾ അയച്ച് ഔട്ടാക്കുക, അത് അയച്ചു വെക്കുക. അതിനുശേഷം ഈ 2 സ്ക്രൂസ് ഉണ്ട് ഇവിടെ, ആ സ്ക്രൂസ് നമ്മൾ യൂസ് ചെയ്യുക. കുറേ കാലം അയക്കാത്ത അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ടൈറ്റ് ഉണ്ട്. ശേഷം ഈ പെട്രോൾ ടാങ്കിൽ നിന്ന് ഇതിലേക്ക് വരുന്ന പൈപ്പ് നമ്മൾ അയച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ഈ കാണുന്ന ഇതിൻ്റെ കാർബറേറ്റർ ഒരു സിമ്പിൾ ടൈപ്പ് കാർബറേറ്ററാണ്. അപ്പോൾ ഈ കാണുന്ന ഇതിൻ്റെ ചോക്കിൻ്റെ കേബിളിലുള്ള സാധനമാണ്, പക്ഷേ ഇതിപ്പോൾ ആക്ച്വലി വർക്കിംഗ് അല്ല. പിന്നെ ഈ കാണുന്നതിൻ്റെ പെട്രോൾ കഴിക്കുന്ന കണ്ടെയ്നറാണ്. അപ്പം നമുക്കിതിലൊന്ന് അയച്ച് വൃത്തിയാക്കാം. ഇതിൻ്റെ അകത്ത് കുറച്ച് പെട്രോൾ ഉണ്ട് ഇപ്പോൾ. അപ്പം നമ്മൾ ഇതിൻ്റെ താഴെ ചേമ്പർ ഇപ്പോൾ അഴിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ കാർബറേറ്ററിൻ്റെ പുറകുവശം ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഇതിനകത്ത് കുറേ കരിയും പൊടിയൊക്കെ ആയിട്ട് വളരെ കച്ചറ പിടിച്ച് ഫുഡ്. അപ്പം നമ്മളിതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കാർബറേറ്ററിൻ്റെ പാക്കിങ് പൊട്ടാതെ നോക്കണം. കാരണം ഇത് പൊട്ടിയാൽ അതിനകത്ത് പെട്രോൾ ലീക്കാവും. അപ്പോൾ അത് വണ്ടിയുടെ മൈലേജിനെ ബാധിക്കും. അതുപോലെ തന്നെ പെട്രോൾ നമുക്ക് ലോസും വരും. അപ്പം നമ്മൾ കാർബറേറ്ററിൻ്റെ കണ്ടെയ്നർ ഇപ്പം അയച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിൻ്റെ പാർട്സ് കൂടെ ഒന്ന് വേർപെടുത്താം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്ലോട്ട്. അപ്പോൾ ഫ്ലോട്ട് നമുക്കൊന്ന് അയക്കാം. ഫ്ലോട്ട് താഴെ കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫ്ലോട്ടിൻ്റെ പിന്ന്. ഈ കാണുന്ന ഫ്ലോട്ടിൻ്റെ പിന്ന്, ഈ കാണുന്ന ഫ്ലോട്ട്. പിന്നെ ഈ കാണുന്ന സാധനം അതിൻ്റെ ഫ്ലോട്ടിങ് വാൽവ്. ഈ കാണുന്നതിൻ്റെ മെയിൻ ചച്ചി, ഈ കാണുന്നതിൻ്റെ സെക്കൻഡറി ചച്ചി. അപ്പോൾ നമുക്ക് ഇത് രണ്ടും അഴിക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യം ഈ കാണുന്ന മെയിൻ ചച്ചി അഴിക്കാം. ഇത് കുറച്ച് ടൈറ്റ് ഉണ്ട്. ഇത് നമ്മൾ അഴിച്ചിരിക്കുകയാണ്. അതുപോലെ നമുക്ക് സെക്കൻഡറി കൂടെ അഴിക്കേണ്ടതുണ്ട്. ഈ കാണുന്നതിന് സെക്കൻഡറി ചച്ചി. അപ്പോൾ ഇതിൽ കുറച്ച് കച്ചറ കാണുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നത് ഇതിൽ കുറച്ച് കച്ചറുണ്ട്. ചിലപ്പോൾ ഈ കാരണം കൊണ്ടാവും വണ്ടിക്ക് മൈലേജ് ഷോട്ടൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സാധനം ഒന്ന് വൃത്തിയാക്കാം. നമുക്ക് കാർബറേറ്ററൊന്ന് വൃത്തിയാക്കാം. പൂർണ്ണമായിട്ടൊന്ന് ഇതിൻ്റെ അകത്തും പുറത്തിലായിട്ടൊന്ന് വൃത്തിയാക്കാം. നമ്മൾ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചിരുന്നില്ല. ശരിക്കും ഇത് ആക്ച്വലി ഡീസലൊക്കെ ഇട്ട് വൃത്തിയാക്കേണ്ടതാണ്.
കാർബറേറ്റർ വൃത്തിയായിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തിൻ്റെ വല്ല ബ്ലോക്കോ നമുക്കുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ബ്ലോക്കൊന്നുമില്ല. അപ്പോൾ നമുക്കിതിൽ ജെറ്റ് ഒന്ന് വൃത്തിയാക്കാം, ക്ലീൻ ചെയ്യാം. ഇവിടെയൊക്കെ കുറേ കച്ചറയുണ്ട്. ഞാനിത് ബ്ലേഡിനെ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ജെറ്റിപ്പം വൃത്തിയാക്കി ഇരിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ ബ്ലോക്ക് കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് കേബിളിൻ്റെ വയറാണ്. അപ്പോൾ നമുക്ക് ഇതിനോട് ഇട്ട് പോകാം. ഇതൊക്കെ ഫുൾ ഓക്കെയാണ് ഗൈസ്. നമുക്ക് നെറ്റിയിലേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ആക്ച്വലി കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ സമയത്ത് ഇതിൻ്റെ സ്റ്റോർ ഉണ്ടെങ്കിലും സ്ക്രൂവും ഐഡിലിൻ്റെ സ്ക്രൂവും നമ്മൾ അയച്ചു വിട്ടേക്കേണ്ടതാണ്. പക്ഷേ അയക്കുന്നത് കുറച്ച് കോംപ്ലിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അത് അയക്കുന്നില്ല. നമ്മൾ ഇതിൻ്റെ ജെറ്റും അതുപോലെ തന്നെ ബാക്കിയിലെ ബോൾസിൻ്റെ അകത്തൊക്കെ കേബിൾ ഇട്ടിട്ട് ഇതിനകത്തിലെ കച്ചറെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഫിറ്റാക്കിയത്. നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് ഇട്ടോ, ഇതിനകത്തൊക്കെ കേബിൾ ഇട്ടോക്കാം. നല്ല ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് കാർബറേറ്റർ റീഫിറ്റ് ചെയ്യാണ്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നത്തെ നമുക്ക് ഇതിൻ്റെ ഫ്ലോട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഫ്ലോട്ടിൻ്റെ പൊസിഷനൊക്കെ നമുക്ക് സെയിം തന്നെയാണ് നോക്കണം. കാരണം ഇതിൽ ചെറിയൊരു വേരിയേഷൻ വന്നാൽ മൈലേനെ ശരിക്കും ഒന്ന് ബാധിക്കും. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഈ കാണുന്ന ക്ലിപ്പ് കുറച്ചുകൂടി താഴേക്ക് ആക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് നോക്കിയായിരിക്കുകയാണ്. ഈ ഫ്ലോട്ട് വാൽവിന് തേയ്മാനം സംഭവിച്ചാൽ ഇതുപോലെ ഇതിന് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇതിന് കുറച്ച് തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനിപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഈ തന്നെ ഇപ്പോൾ ഇതിലേക്ക് ഫിറ്റാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ അയച്ച സാധനങ്ങൾ നമ്മൾ ഇത് തിരിച്ച് ഫിറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫ്ലോട്ടൊക്കെ വർക്കിങ് കറക്റ്റ് തന്നെയാണോ. ഇപ്പോൾ ഇത് ഓക്കെയാണ്. നമുക്ക് ഇതിൻ്റെ കാർബറേറ്റർ കണ്ടെയ്നർ തിരിച്ച് ഫിറ്റാക്കാം. നമ്മൾ അയച്ച സാധനമൊക്കെ തിരിച്ച് ഫിറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ കാർബറേറ്റർ നമ്മൾ ഇതിൽ തിരിച്ച് ഫിറ്റ് ചെയ്യാണ്ട് പോകുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ മാനിഫോൾഡൊക്കെ ഒന്ന് ഫിറ്റാക്കേണ്ടതായിട്ട് വരും. ഇതിനകത്തൊക്കെ ചിലപ്പോൾ കാർബൺ ഉണ്ടാവും. ഒക്കെ ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇതിലൊരു കാർബറേറ്റർ തിരിച്ച് ഫിറ്റ് ചെയ്യാം. അടുത്ത പോകുന്നത് വെച്ചാൽ വണ്ടിയിലെ എയർ ഫിൽറ്റർ നയിച്ച് വൃത്തിയാക്കലാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം.
അപ്പോൾ ഈ കാണുന്നതാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ എയർ ഫിൽറ്റർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുൾ കച്ചറാണ്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതൊരു മെറ്റൽ ടൈപ്പാണ്, റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് വൃത്തിയാക്കി തന്നെ ഇത് ഇട്ടാൽ മതി. ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് വൃത്തിയാക്കിയിട്ട് വരാം. എയർ ഫിൽറ്ററിൻ്റെ കണ്ടെയ്നറിനകത്ത് കണ്ടത് ഇവിടെ തന്നെ ഇതിൻ്റെ അകത്ത് ഫുൾ ചളിയൊക്കെയാണ്. ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം. ശേഷം ഇവിടെ പോകാം. അതിനുശേഷം എയർ ഫിൽറ്ററിൻ്റെ അകത്തേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എയർ ഫിൽറ്റർ ഐറ്റം ഇപ്പോൾ ക്ലീൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്തേക്കാണ് ഇപ്പോൾ സാധനം സ്പാർക്ക് പ്ലഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്പാർക്ക് പ്ലഗ് വരുന്നത്. സ്പാർക്ക് പ്ലഗിൻ്റെ അകത്ത് ഫുൾ കച്ചറയില്ലത്. ഇത് ആക്ച്വലി റീപ്ലേസ് ചെയ്യേണ്ടത്, പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലഗ് തന്നെ വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ റീഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഈ പ്ലഗിൻ്റെ ഗ്യാപ്പ് പറഞ്ഞാൽ കുറച്ചിപ്പോൾ അധികമില്ലത്. അപ്പോൾ നമ്മളത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹെഡിൻ്റെ അകത്തിൻ്റെ കച്ചറൊക്കെ ഒന്ന് കംപ്രസ് ചെയ്തതിന് ശേഷം കളയാം. പ്ലഗ് നമ്മൾ തിരിച്ച് റീഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ മുന്നേ നമുക്ക് ചെയ്തിട്ടുള്ളൂ പെട്രോൾ ഓൺ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടായിരിക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഈ ഭാഗത്ത് കൂളിങ്ങിന് ശേഷം കുറവാണ്. അപ്പോൾ നമ്മൾ കൂളിങ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ മെക്കാനിക്ക് കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട പരമാവധി നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.